അപ്പോൾ തുടങ്ങാം. ഈ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഇന്ന് ഇറങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഉണ്ടാകാൻ പോകുന്ന വീട് ഇതാണ് എന്ന് ഉറപ്പിച്ചു. കാഞ്ഞിരപ്പള്ളിയിലും ഇതേപോലെ ഒരു കടയുണ്ട്. ആ കടയിലും വെള്ള കളർ വെള്ളം കിട്ടും. അത് മേടിച്ച് കുടിക്കുന്നു, മീൻചാറും കപ്പയും തിന്നുന്നു. അതേപടി തന്നെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങുന്നു. ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് സുഖിക്കാനുള്ള ഫോർച്യൂണിൻ്റെ കിളിവാതിലാണ് ആ തുറക്കപ്പെടുന്നതെന്ന് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ ആ ജനലിലേക്ക് നോക്കിയപ്പോൾ ആ തുറന്ന ജനലിൽ നിന്നൊരു കൈ പുറത്തേക്ക് വന്നു. മൂടിയായിട്ടുള്ള തുണി മാറ്റി കഴിഞ്ഞ് കൈയിട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആകെ കിട്ടിയത് ഒരു 10 പൈസയുടെ തുട്ട് മാത്രമാണ്. അപ്പോൾ തുടങ്ങാം. കരോൾ കഥ പറയാൻ വേണ്ടി പറ്റിയ അറ്റ്മോസ്ഫിയറിൽ ഞാൻ 2 കഥയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ കഥയിലെ നായകൻ എൻ്റെ അപ്പനാണ്. അങ്ങനെ പുള്ളിയുടെ ഒരു മെമ്മറബിൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കരോൾ കഥയിൽ നമുക്ക് തുടങ്ങാം. ഒരുപാട് വർഷം മുമ്പ് എൻ്റെ അപ്പനും കുറച്ച് ഫ്രണ്ട്സും, ഒരു 6-7 ഫ്രണ്ട്സുമായിട്ട് പുള്ളിയുടെ ചെറുപ്പത്തിൽ ഒരു കരോളിനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാടെന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ 26 എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ കരോൾ ഇവർ ആരംഭിക്കുന്ന സ്ഥലം പാലമ്പ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. പാലമ്പ്രയിൽ നിന്ന് 26 വന്ന് 26 നിന്ന് കാഞ്ഞിരപ്പള്ളി പോയി, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നേരെ തിരിച്ചു വരുന്നു. ഇതാണ് പ്ലാൻ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും 7-8 ഫ്രണ്ട്സ് എല്ലാം കൂടെ ആയിട്ട് പതുക്കെ ഓരോ വീട്ടിൽ ചെല്ലുന്നു, പാട്ട് പാടുന്നു. പാട്ട് പാടിയതിന് ശേഷം അവരിറങ്ങി വരുമ്പോൾ ഇവരുടെ കയ്യിലൊരു കുടമുണ്ട്. ഈ കുടത്തിന് മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ കെട്ടൊക്കെ കെട്ടിയ ഒരു കുടമുണ്ട്. ആ കുടം ഇങ്ങനെ ഇവരുടെ നേരെ നീട്ടും. അപ്പോൾ ആൾക്കാർ അവരുടെ സംഭാവന അതിലേക്ക് ഇടും. സംഭാവനയും മേടിച്ച് ഇവർ സന്തോഷമായിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോരോ പ്ലാൻ ഉണ്ട്. അതായത് ഇന്നിപ്പോൾ കിട്ടുന്ന കാശിൽ നിന്ന് ഒരാൾക്ക് അവരുടെ ഷെയർ വെച്ച് ഒരു ഷൂസ് മേടിക്കണം, ഒരാൾക്ക് എറണാകുളം വരെ പോകാൻ കാശ് വേണം, ഒരാൾക്ക് മറ്റെന്തോ ആവശ്യമുണ്ട്, ബാഗ് മേടിക്കണം. അങ്ങനെ പല പല ആവശ്യങ്ങളൊക്കെ ഇവർ പരസ്പരം പറഞ്ഞുകൊണ്ടാണ് ഇവർ കരോള് തുടങ്ങുന്നത്. അങ്ങനെ പാലമ്പ്രയിൽ നിന്ന് തുടങ്ങി കുറേ വീടുകളിലൊക്കെ കയറി മടുത്ത് 26 വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ക്ഷീണിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോഴത്തെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ആ സമയത്ത് കടകളൊന്നുമില്ല. ആകെ ഒരേ ഒരു കട മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ. അവിടെ കുടിക്കാനായിട്ട് വെള്ള കളറുള്ള ഒരു ഡ്രിങ്കും കപ്പയും മീൻചാറുമാണ് കിട്ടുന്നത്. ആ കട മാത്രമേ തുറന്നു വെച്ചിട്ടുള്ളൂ. അപ്പോൾ നേരെ ഇവർ ചെന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി ആ കടയിലേക്ക് കയറുന്നു. കപ്പയും മീൻചാറ് വെള്ള കളർ വെള്ളവും മേടിച്ച് കുടിക്കുന്നു. അതിനുശേഷം ഈ കുടത്തിൻ്റെ തുണിക്കകത്തൂടെ കൈയിട്ട് അതിനകത്ത് നിന്ന് ഒരു ശകലം പൈസ എടുക്കുന്നു, കൊടുക്കുന്നു. ശേഷം അവർ വീണ്ടും മുമ്പിലേക്ക് നടക്കുന്നു, അടുത്തടുത്ത വീടുകളിൽ കയറുന്നു. അങ്ങനെ നടന്ന് ഇവർ കാഞ്ഞിരപ്പള്ളി വരെ എത്തുന്നു. കാഞ്ഞിരപ്പള്ളി വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ വീണ്ടും ക്ഷീണിച്ചു. അപ്പോഴത്തേക്കും വീണ്ടും ക്ഷീണം മാറണമല്ലോ. കാഞ്ഞിരപ്പള്ളിയിലും ഇതേപോലെ ഒരു കടയുണ്ട്. ആ കടയിലും വെള്ള കളർ വെള്ളം കിട്ടും. അത് മേടിച്ച് കുടിക്കുന്നു, മീൻചാറും കപ്പയും തിന്നുന്നു. അതേപടി തന്നെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങുന്നു. വീണ്ടും അവിടെ ഇവിടെയൊക്കെ ചില വീടുകളൊക്കെ കയറി കറങ്ങി തിരിഞ്ഞ് വീണ്ടും 26 എത്തുന്നു. 26 എത്തി കഴിയുമ്പോഴത്തേക്കും വീണ്ടും ദാഹം വരുന്നു. ഇതേ പരിപാടി തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ നടന്ന് എല്ലാ വീടുകളും കയറി ഇറങ്ങി ഏകദേശം ഒരു നേരം വെളുക്കുന്ന സമയമായപ്പോഴത്തേക്കും ഇവർ തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഇവർ തിരിച്ചെത്തുന്നു. അപ്പോഴത്തേക്കും ഇവരെല്ലാം കൂടെ ഒരു സ്ഥലത്ത് പോയി വട്ടത്തിലിരുന്നു. ഇനി നമുക്ക് കിട്ടിയ പൈസ എത്രയാണെന്ന് നോക്കിയിട്ട് ഷെയർ ചെയ്യാം, ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളുള്ളതല്ലേ എന്നെല്ലാം പറഞ്ഞ് ഷെയർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. എല്ലാവരും വട്ടത്തിയിരിക്കുന്നു. കുടത്തിൻ്റെ കവർ പൊട്ടിക്കുന്നു. അപ്പോൾ കരോളിന് പോയ ദൈവാനുഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല, അവർ പാതിരാത്രി മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ടത് കൊണ്ടാണോ എന്നും അറിയില്ല, പിന്നീട് അങ്ങോട്ട് അവർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ട വന്നതേയില്ല. അതായത് ആ പൈസ ഇരുന്ന് ചില്ലറകൾ എണ്ണി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമൊന്നും അവർക്ക് വന്നില്ല. കാരണം കുടത്തിൻ്റെ മൂടിയായിട്ടുള്ള തുണി മാറ്റി കഴിഞ്ഞ് കൈയിട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആകെ കിട്ടിയത് ഒരു 10 പൈസയുടെ തുട്ട് മാത്രമാണ്. ഒരു രാത്രി മുഴുവൻ ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവ് മുഴുവൻ കടന്ന് കറങ്ങിത്തിരിഞ്ഞ് ഇഷ്ടം പോലെ വെള്ള കളർ വെള്ളവും കുടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഷൂസ് മേടിക്കാനും എറണാകുളത്ത് പോകാനും ബാഗ് മേടിക്കാനും എല്ലാത്തിനും കൂടി ആയിട്ട് 7 പേർക്ക് കിട്ടിയ മുതലാണ് 10 പൈസ. മെമ്മറബിൾ ആയിട്ടുള്ള കരോൾ കഥ എന്നും പറഞ്ഞിട്ട് അപ്പൻ ഈ കഥ ഇങ്ങനെ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. വർഷങ്ങൾ പിന്നെയും ഒരുപാട് മുമ്പിലേക്ക് പോയി. ഇപ്രാവശ്യം കരോളിന് ഇറങ്ങുന്നത് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമാണ്. ഞങ്ങൾ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോഴത്തെ ഒരു പ്രശ്നം, ആദ്യം തന്നെ പ്ലാൻ ചെയ്തപ്പോൾ തന്നെയുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ലൊക്കാലിറ്റിയുള്ള വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പള്ളിയിൽ നിന്നുള്ള ആൾക്കാർ, ക്ലബ്ബുകളിൽ നിന്നുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേര് വന്നിറങ്ങുന്ന. അപ്പോൾ ഈ പരിചയമുള്ള ഞങ്ങൾ വീട് ചെന്ന് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ കാര്യമായിട്ടൊന്നും തന്നെന്ന് വരികയില്ല. അപ്പോൾ ഞങ്ങൾ ബുദ്ധിപൂർവ്വം ഒരു പരിപാടി ചെയ്തു. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ബസ്സിൽ കയറി ഒരു 5 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോവാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ഏരിയയിലോട്ട് കയറി പരിചയമില്ലാത്ത വീടുകളിലൊക്കെ കയറി ഇറങ്ങി പാട്ടൊക്കെ പാടി പൈസയൊക്കെ മേടിച്ച് വരാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പൊൻകുന്നം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ പൊൻകുന്നത്ത് ചെന്നിറങ്ങി നല്ലൊരു വഴിയിലേക്ക് കയറി ഞങ്ങൾ പതുക്കെ ഓരോ വീടുകളിലായിട്ട് കയറി ഇറങ്ങുന്നു. ഓരോ വീട്ടിൽ കയറുന്നു, ഓരോ പാട്ടൊക്കെ പാടുന്നു, എന്തെങ്കിലും കിട്ടുന്നതൊക്കെ മേടിച്ചിറങ്ങി ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഒരു വലിയൊരു വീട്. ഈ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഇന്ന് ഇറങ്ങിയതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഉണ്ടാകാൻ പോകുന്ന വീട് ഇതാണ് എന്ന് ഉറപ്പിച്ചു. ഞങ്ങളുടെ ആ ഒരു വിശ്വാസത്തിനെ ഉറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അകത്ത് കയറുമ്പോൾ കാണുന്നത് ഒരു 15
വെള്ള റബ്ബർ ഷീറ്റ്. വെള്ള റബ്ബർ ഷീറ്റ് എന്ന് എടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഷീറ്റ് അടിച്ച ആദ്യത്തെ ദിവസം ഇതിൻ്റെ കളറ് വെള്ളയായിരിക്കും. പിന്നീട് ഇത് ഉണങ്ങി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറ് ഡാർക്കായി പോകും. അപ്പോൾ 15 എണ്ണം വെള്ള കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ഒരൊറ്റ ദിവസം വെട്ടി കിട്ടിയതാണ് ഈ 15 റബ്ബർ ഷീറ്റ്. അന്നൊക്കെ റബ്ബറിന് നല്ല വിലയുള്ള സമയമാണ്. 15 റബ്ബർ ഷീറ്റൊക്കെ ഒരു ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ അവനൊക്കെ നല്ല വരുമാനമുള്ള വീടാണ്. അപ്പം നല്ല പാട്ട് പാടി കഴിഞ്ഞാൽ നമുക്ക് നല്ല കാശ് കിട്ടുമെന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നു. അങ്ങനെ സാധാരണ വീടുകളിൽ ഒരു പാട്ട് വെച്ച് പാടിക്കൊണ്ടിരുന്ന ഞങ്ങൾ ഇവിടെ കയറി ആദ്യമേ ഒരു മനോഹരമായ പാട്ടങ്ങോട്ട് പാടുന്നു. പാട്ട് പാടി തൊണ്ടയിലെ വെള്ളം പറ്റിയതല്ലാതെ ഒരു മനുഷ്യൻ ഇറങ്ങി വന്നില്ല, ലൈറ്റ് പോലും ഇട്ടില്ല. അപ്പോൾ ഞങ്ങൾ പരസ്പരം പറഞ്ഞു, എടാ ഒരു പാട്ടിലൊന്നും കാര്യമില്ല, ഇവരൊക്കെ ഉറങ്ങി കാണും, ഈ വലിയ വീടല്ലേ, അകത്തെ മുറിയിൽ വല്ലതും ആയിരിക്കും കിടക്കുന്നത്. ചെണ്ടയൊക്കെ ആഞ്ഞടിച്ചുകൊണ്ട് ഒരു പാട്ടും കൂടെ പാടി. ഈ പാട്ടും കൂടെ പാടിയതിന് ശേഷം ഞങ്ങൾ നോക്കുമ്പോഴും ഒരനക്കമില്ല. വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, പരിശ്രമിക്കുന്നവന് മാത്രമേ സക്സസ് ഉള്ളൂ എന്നെല്ലാം പരസ്പരം പറഞ്ഞ് ഞങ്ങൾ മൂന്നാമത്തെ ഒരു പാട്ടും കൂടെ പാടി തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി. അപ്പോൾ ഞങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈറ്റൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ ഫ്രണ്ടിലത്തെ മുറിയുടെ ജനൽ പതുക്കെ തുറക്കുന്നതായിട്ട് കണ്ടു. ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് സുഖിക്കാനുള്ള ഫോർച്യൂണിൻ്റെ കിളിവാതിലാണ് ആ തുറക്കപ്പെടുന്നതെന്ന് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ ആ ജനലിലേക്ക് നോക്കിയപ്പോൾ ആ തുറന്ന ജനലിൽ നിന്നൊരു കൈ പുറത്തേക്ക് വന്നു. ആ കൈ ചുരുട്ടി വെച്ച് എന്തോ സാധനം എറിയുന്നു. ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ നേരെ ആ എറിഞ്ഞ സാധനം വരുന്നു. ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ ആ സാധനം വീണ് കിടക്കുന്നു. മറ്റു വീടുകളിൽ ഒരു പാട്ട് മാത്രം പാടിയ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് 3 മനോഹരമായ പാട്ടുകൾ പാടി അവരെ സന്തോഷിപ്പിച്ച ഞങ്ങൾക്ക് 15 റബ്ബർ ഷീറ്റുകളുള്ള ആ മുതലാളിയുടെ വീട്ടിൽ നിന്നും കിട്ടിയതാണ് പിടയ്ക്കുന്ന ഒരു 2 രൂപയുടെ തൊട്ട്. ഇതുപോലെ പൈസ ദൂർത്തടിക്കുന്ന ഈ പാവപ്പെട്ടവനൊക്കെ എന്തിനാണ് ദൈവമേ 15 റബ്ബർ ഷീറ്റൊക്കെ കൊടുക്കുന്നതെന്ന് മനസ്സിൽ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഏതായാലും ഞങ്ങളുടെ ഈ സമയത്ത് പാതിരാത്രിയിൽ ഈ വെള്ളക്കളർ ഡ്രിങ്ക് കിട്ടുന്ന കടകളൊന്നും തുറന്നു വെച്ചിട്ടില്ലാത്തതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വീതം വെക്കാൻ നേരം എന്തെങ്കിലും മിച്ചം കിട്ടി. അതുകൊണ്ട് അത്യാവശ്യം ഫുഡ് അടിക്കാനും 2 ദിവസത്തെ ചെലവിനുമുള്ള കാശ് കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ഒരല്പം സമാധാനം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആ 15 റബ്ബർ ഷീറ്റുകാരൻ മുതലാളിയെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഇനി നാട്ടിൽ ചെല്ലുമ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാം കൂട്ടി കൃത്യമായിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് നന്ദി സൂചകമായിട്ട് ഒരു കല്ലെടുത്ത് ആ വീടിൻ്റെ നിർഗന്ധലക്കിട്ട് എറിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ പൂർണ്ണമായിട്ടുള്ള എക്സ്റ്റസി കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറക്കാൻ പറ്റാത്ത കരോൾ കഥകൾ ഇതല്ലാതെ പിന്നെയും ഒരുപാടുണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് നമുക്ക് ഈ 2 എണ്ണം മതി. ക്രിസ്മസിൻ്റെ കാര്യം പറയുമ്പോഴാണ്, ക്രിസ്മസ് കഴിഞ്ഞാൽ 5 ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ ആഘോഷങ്ങൾ ഓരോ വർഷവും ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അതിലെനിക്ക് തീരെ മറക്കാൻ പറ്റാത്ത ഒരു ന്യൂ ഇയർ ആഘോഷമുണ്ട്. അത് ഞങ്ങൾ ആഘോഷിച്ചത് 2 സ്ഥലങ്ങളിലായിട്ടാണ്. 1 കൊച്ചിൻ കാർണിവലും 2 മൂന്നാറിലുമായിട്ടാണ്. ആഘോഷമെല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ആകെ ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ആ കഥ എന്താണെന്ന് ഇനി ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാം. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു RJ ഷെറിൻ, സൈനിങ് ഓഫ്.